ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ കുറേ നമുക്ക് റബ്ബർ ബാൻഡ്സ് കിട്ടും. അതൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ എടുത്ത് വെക്കുന്ന റബ്ബർ ബാൻഡ് കുറേ കാലം ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് ഫേസ് പൗഡർ, ടാൽക്കം പൗഡർ യൂസ് ചെയ്ത്, അതായത് എക്സ്പയറി ആയിട്ടുള്ള ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നമ്മൾ എത്ര റബ്ബർ ബാൻഡ് ഉണ്ടോ റബ്ബർ ബാൻഡിലോട്ടെല്ലാം ഓരോ റബ്ബർ ബാൻഡിലും ഈ പൗഡർ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഫേസ് പൗഡർ ഇട്ടിട്ട് അത് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു റബ്ബർ ബാൻഡിൽ പോലും പൗഡർ ആവാതിരിക്കുക. എന്നിട്ട് നന്നായിട്ട് കുടഞ്ഞെടുക്കുക. ഇങ്ങനെ ഈ രീതിയിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്താൽ കുറേ കാലം ഒട്ടിപ്പിടിക്കാതെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് വാസ്ലിനും കൊണ്ടുള്ള ട്രിക്കാണ്. വാസ്ലിനും പിന്നെ നമ്മുടെ എന്താ പറയുക ടൂത്ത് പേസ്റ്റും കൊണ്ടുള്ള ട്രിക്കാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഹിമാലയയുടെ ടൂത്ത് പേസ്റ്റാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോൾഗേറ്റോ ക്ലോസപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്തായാലും ടൂത്ത് പേസ്റ്റ് ആയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാസ്ലിൻ ഇല്ലേ, നമ്മൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും വാസ്ലിൻ. ആ വാസ്ലിൻ ഒരു പാത്രത്തിൽ കുറച്ച് ചെറിയ സ്പൂണിൽ കുറച്ച് മതി കേട്ടോ, കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതിനുശേഷം അതിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് അതിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, എക്സ്പയറി ആയ ടൂത്ത് പേസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ വാസ്ലിൻ കൊണ്ടുള്ള പരിപാടി ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് യൂസ്ഫുൾ സ്പൂൺ എടുക്കണം എന്നല്ല. അതെന്ന് വെച്ചാൽ ഇത് കഴുകുമ്പോൾ ഇതിന് ഒഴുക്ക് പോകാൻ നല്ല പണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുക. വാസ്ലിൻ കുറച്ചും ടൂത്ത് പേസ്റ്റും കുറച്ച് കൂടുതലായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വാസ്ലിൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നമ്മൾ മുഖത്ത് വെക്കുന്ന കണ്ണാടിയില്ല, റീഡിങ് കണ്ണാട അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ണാടികൾ ഉണ്ടാവില്ലേ, ഓക്കെ, അങ്ങനത്തെ കണ്ണാടിയുടെ ഗ്ലാസിൻ്റെ മുകളിൽ ഇത് തേക്കുക. അപ്പോൾ ഇത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ അടിപൊളിയാണ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ കുറച്ച് വാസ്ലിനും കുറച്ചിട്ടോ, ഓക്കെ, എന്നിട്ട് അത് ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതായത് ആ ഫ്രെയിമിലാക്കണം എന്നില്ല, ആക്കിയാലും കുഴപ്പമില്ല, പക്ഷേ ഗ്ലാസ്സിലാണ് മെയിനായിട്ട് ആക്കേണ്ടത്. എല്ലാ സൈഡിലും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് എന്താ പറയുക, നല്ല വൃത്തിയുള്ള ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഒരു നല്ല വൃത്തിയുള്ള ടിഷ്യൂ കൊണ്ട് തുടച്ചെടുക്കുക. ടിഷ്യൂ കൊണ്ട് തന്നെ തുടച്ചെടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ വാസ്ലിൻ നല്ല മെഴുക്കുള്ള കാരണം കൊണ്ട് തന്നെ അത് മെഴുക്ക് പോകാൻ നല്ല പണിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ടിഷ്യൂ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടായാലും വേണ്ടില്ല നമ്മളത് തുടച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഗ്ലാസ് നല്ല വെട്ടിത്തിളങ്ങി നല്ല ക്ലീനായിട്ട് വരും. ഓക്കെ, കണ്ടോ, അപ്പോൾ ഗ്ലാസ് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾ വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. ഓക്കെ, അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പരിപ്പും കടലയും പരിപ്പും മുതിരയും ഇതൊക്കെ ഉഴുന്നൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിലിട്ട് വെക്കുമ്പോൾ കുറേ കാലം ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കേടുകൂടാതെ അതിൽ ഈ പാറ്റയും ഇതൊന്നും ഈ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ പ്രാണി കുത്തിക്കയറും അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈ ചില്ലി നടു പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് അത് ഈ ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഇട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറേ കാലം പ്രാണികൾ വരാതെ സൂക്ഷിക്കാം. പിന്നീട് കറി വറവിടുമ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈ ചില്ലി ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ടേബിളാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലത്തെ ഞാൻ കുറച്ച്, അതായത് അതിന് മുകളിലത്തെ കറൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കുട്ടികൾ ക്യൂടെക്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നിലത്തും ഗ്ലാസ്സും അവിടെ ഇവിടെയൊക്കെ ആവുമല്ലോ. അപ്പോൾ കറ ഉണ്ടെങ്കിൽ അതെങ്ങനെ പെട്ടെന്ന് നമുക്ക് പോവാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിലത്തും ടൈൽസിലും ഇത് പിന്നെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് അത് ഇട്ട് കൊടുത്തു ഉണങ്ങി. ഓക്കെ, അതിൽ ഞാൻ എന്താ പറയുക, ബോഡി സ്പ്രേ അല്ലെങ്കിൽ പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നിലത്ത് ക്യൂടെക്സും ഇതൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ബോഡി സ്പ്രേ അടിച്ചു കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് ടിഷ്യൂ കൊണ്ട് തുടച്ചെടുത്ത് നോക്കിക്കോ, അത് പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് പോകും. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് തന്നെ മനസ്സിലാവില്ല. അത്ര രീതിയിൽ പെർഫെക്റ്റായിട്ട് അത് വൃത്തിയാക്കിയിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കടയിൽ നിന്ന് മീൻ വാങ്ങുക, അല്ലെങ്കിൽ കുറേ മീൻ വാങ്ങിച്ച് വന്ന് നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പക്ഷേ അധികം ഫ്രിഡ്ജിൽ മീൻ ഇരിക്കില്ല, നമുക്കറിയാം. അതിൻ്റെ അങ്ങനെ നമ്മൾ കൊടുന്ന മീൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഉണങ്ങിപ്പോകും, മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്പാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ മീൻ ഇവിടെ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചുകൊണ്ട് മാന്തളാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് എന്തായാലും
കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രീസ് ഇത് നമ്മൾ എന്താ പറയുക സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കണ മീനൊന്നും എനിക്ക് ടേസ്റ്റ് തോന്നാറില്ല, ഒരു അത് ഉണക്കമീൻ പോലെ ആയിത്തീരാറുണ്ട്. അപ്പോൾ ഫിഷ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ട് ഫിഷ് ക്ലീൻ ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും. ഇത് പ്രോസസ്സ് ഏത് മീനിനും ആപ്ലിക്കബിളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മീൻ ഒന്നിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് വെച്ചാൽ തീരില്ല. അപ്പോൾ അങ്ങനെ മീനെല്ലാം ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ക്ലീനാക്കി കഴിഞ്ഞു. മീനിൽ ചെളികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക. പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ കുഴിയുള്ള സ്റ്റീൽ പാത്രം എന്തായാലും വേണില്ല, അതിലോട്ട് ഞാൻ ക്ലീൻ ചെയ്ത മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലീൻ ചെയ്ത മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യണ നല്ല വെള്ളമല്ലേ, ആ നല്ല വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളം, കുടിക്കുന്ന വെള്ളം, നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൽ മീൻ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. മീൻ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം. അതായത് മീൻ കുത്തി നിറച്ച് വെക്കരുത് പാത്രത്തിൽ. അപ്പോൾ വെള്ളം മുകളിലത്തെ മീനിൽ വെള്ളം നിൽക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മീൻ നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ മീനിട്ട് കൊടുക്കുക. അപ്പോൾ കുറേ മീനുണ്ടെങ്കിൽ പല പല പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ വലിയ പാത്രത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഓരോ ദിവസത്തിന് ആവശ്യമുള്ള പോർഷൻ ഇട്ട് കൊടുത്തിട്ട് അത് അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും മീൻ ഫ്രഷ് ആയിട്ടിരിക്കും. അതായത് മീൻ കേട് വരില്ല. എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഐസ് കളഞ്ഞ് കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ മീൻ ശരിക്കും ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക വീട്ടിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഡ്രൈ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കുകയാണ്. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള കുരുമുളകാണ്. അപ്പോൾ സേഫ്റ്റി പിന്ന് കുത്തി എടുക്കണ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ കുത്തി കൊടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ആയ കാരണം കൊണ്ട് നമ്മളത് കത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കത്തിച്ച് അപ്പോൾ പെട്ടെന്ന് കത്തും. എന്താ വെച്ചാൽ ഡ്രൈ ഉള്ള സാധനമാണല്ലോ. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കുറച്ച് കത്തി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിന്നൊരു പുക വരും. ആ പുക നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഫക്കെട്ട് കാര്യങ്ങളുണ്ടാവില്ലേ, ഈ നീർക്കെട്ട്, നെറ്റിലുള്ള നീർക്കെട്ട്, കഫക്കെട്ട് കാര്യങ്ങൾ, അതിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നല്ലൊരു, അതായത് ഈ പുക ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജലദോഷം ഉണ്ടെങ്കിൽ ആവി പിടിക്കില്ലേ, അതുപോലെ തന്നെ ഈ പുക ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. കഫക്കെട്ട്, ജലദോഷം ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ കോൾഡും മൂക്കടപ്പും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.